പറയുന്നത് മണ്ടത്തരാണോ അല്ലേതൊന്നും എനിക്കറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്നല്ലല്ലോ, ഞാനിപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. ഇട്ടത് ഞാൻ മറ്റേ ആ പ്രൊട്ടസ്റ്റിൻ്റെ എനിക്ക് തോന്നുന്നത് ഇന്നലല്ലേ ഇനി അതിൻ്റെ വിധി വന്നത്, ഇപ്പോൾ ഒരു രാജിവെച്ചതിൻ്റെ ഒക്കെ. അപ്പോൾ രണ്ട് ദിവസം മുമ്പാന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടത്. കാരണം ഞാൻ അതിന് എതിരായിട്ടൊരു വീഡിയോ ഇട്ടപ്പം എതിരായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അഭിപ്രായം അറിയിക്കുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻറ്റുകളൊക്കെ വന്നു. ഞാൻ എന്താണ് തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഒന്ന് ചെക്ക് ചെയ്യുക കാണാത്തവർ. ഇപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇടാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡെയിലി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണം. അപ്പോൾ ഇപ്പം ഞാനത് ഇതുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ ഈ സാധനം? ചെറുപയർ പരിപ്പ് ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കിയെന്നൊന്നും പറയാൻ പറ്റില്ല. പായസമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നൊക്കെ പറയാം. ഇത് എന്താ പറയുക, മറ്റേതില്ലേ ചെറുപയർ പരിപ്പ്, അത് കുറച്ച് വെള്ളത്തിൽ ഏലക്കായ ഉപ്പിട്ടിട്ട് വേവിക്കുക, അതിലേക്ക് ശർക്കര ഇട്ട്. ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, വേറൊന്നും ഇട്ടിട്ടില്ല. തന്നെയാണ് ഇത്. ഇങ്ങനെയാണോന്നും അറിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി. അപ്പം ചൂടാറിട്ട് നമുക്ക് കുടിക്കാം. അപ്പം അവസാനം നമ്മളെ ഈ ഒരു പ്രൊട്ടസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. സമരം, സ്റ്റുഡൻസിൻ്റെ സമരം സെറ്റായിട്ടുണ്ട്. അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പിന്നെ സന്തോഷം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പോലെ അടിച്ചമർത്തിയിട്ടും ആ ലക്ഷ്യത്തിലേക്ക് ഒരു സെറ്റാക്കി എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. കുറേ ആൾക്കാർ അതിനെ എതിർത്ത്, കുറേ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എതിർത്ത ആൾക്കാർക്ക് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പം അത് നമ്മൾ എന്തിനാ ഒരു സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് പറയേണ്ട ആവശ്യം എന്താ? ബാക്കിയുള്ളവർ അറിയാൻ, അല്ലേ? നമ്മളുടെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് പോസ്റ്റ്, നമ്മളെ കമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കുത്തിരുന്നത് വെറുതെ നമുക്ക് ഇങ്ങനെ തോന്നണ പോലെ എൻ്റെ അഭിപ്രായം എന്ന് വന്നിരുന്നാൽ മതി. അപ്പം അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരുടെ, അതായത് ബാക്കിയുള്ള ജനങ്ങളുടെ, നമ്മളെ അഭിപ്രായം കേൾക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം തിരിച്ച് കേൾക്കാനുള്ള ഇത് നമ്മൾ കാണിക്കണം. അല്ലാണ്ട് നമ്മൾ കേൾക്കാൻ താല്പര്യമില്ലാത്തമാതിരിയുള്ള കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുക, കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് അങ്ങോട്ടും പറയാം, ബാക്കിയുള്ളവരത് കേൾക്കുകയും ചെയ്യാം. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മളെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഓക്കെ ചിലപ്പോൾ മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറയാം, നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഇടയിൽ ഓളിനോട് പറഞ്ഞേ, ഇടയിൽ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് ഓൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പറഞ്ഞത്, എനിക്ക് ആളെ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല ചോദിച്ചപ്പം എനിക്ക് തീരെ ഓർക്കാൻ കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ ഓളിനോട് പറഞ്ഞേ, നമ്മൾ പഴയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തീരെ മറന്നു പോകില്ലേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്ട്രൈക്കായി. ശരിയാണ്, നമുക്ക് ഓർക്കാൻ പറ്റുക, അതായത് പഴയ എന്ത് കാര്യങ്ങളായാലും നമ്മളെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ, നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലൊക്കെ ആയിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം നടന്നതായി, നമ്മുടെ ലൈഫിൽ നടന്നതായിട്ടുള്ള ഓർമ്മ പോലെ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് മണ്ടത്തരാണോ അല്ലേതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അതൊരു സ്ട്രൈക്കായി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, പൊടിയരി വേവിച്ചിട്ടൊക്കെ പായസം ഉണ്ടാക്കും. പിന്നെ ചോറൊക്കെ ഇട്ടിട്ടൊക്കെ പായസം ഉണ്ടാക്കും. അരി വേവിച്ച് ശർക്കര ഇലക്കി പാരും, ഏലക്കായി ശർക്കര, ഇതാണ് എൻ്റെ മെയിൻ. എന്ത് സാധനം കിട്ടിയാലും ഏലക്കായി ശർക്കര അതിടുക, പായസമായി. എനിക്ക് അത് മതി. എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. കുറേ അതും ഇതൊന്നും വേണമെന്നൊന്നുമില്ല. എൻ്റെ അമ്മ അപ്പുറത്ത് പായസം കുടിക്കാൻ
എനിക്ക് ഞാൻ ആ വീഡിയോസിൽ ഇട്ടിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടാവും. അത് കുറേ നെഗറ്റീവ് കമൻറ്റുകളും കുറേ സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട്. അതിൽ നെഗറ്റീവ് കമൻറ്റിൽ എന്താ പറയുക, ഓരോരുത്തർക്കൊരു ഓരോ തൊള്ളേ തോന്നിയൊക്കെ വർത്താനം പറയണ്ടേ. ആ വലിയ കാര്യമാക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടിയിൽ ബാക്കിയുള്ളവർ ഓലുമായിട്ടുള്ള ഇതാണ് സംഭാഷണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയലും ഇതാക്കലും. നമുക്ക് എന്തെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തൊള്ളി തോന്നി ഇങ്ങനെ വിളിച്ച് അറിയണമെങ്കിൽ നമുക്ക് അതിന് നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനിയുള്ള മുമ്പോട്ടുള്ള എല്ലാം എന്താ പറയുക, നമ്മളെ ഇന്ത്യ ഭരിക്കുന്ന എല്ലാ ആൾക്കാരും, നമ്മളെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ കൊണ്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓളോട് കൽപ്പിക്കാൻ നമ്മളാരുമല്ല, ഓലെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഓല് നമ്മളെക്കാളും വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇനി നേരിടേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടായി അത് വിജയിച്ച് എനിക്ക് തോന്നുന്ന ഇത്രക്കും അധികം ദിവസം എടുത്തെന്നെങ്കിലും പക്ഷെ ഇത് കുറച്ചുകൂടിയും എന്താ പറയുക പെട്ടെന്ന് തീരുമാനമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ, അതിനേക്കാളും കൂടുതൽ ടൈമൊക്കെ എടുക്കൂലേ. അപ്പോൾ മാക്സിമം നല്ല രീതിക്ക് പോയാൽ നല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തേലൊക്കെ പിന്നെ ഇങ്ങനെ വെറുതെ കുത്തിരുന്ന് വീഡിയോ വലിച്ചു നിന്നിട്ട് ഒരു ഉപകാരമില്ല. ഞാൻ കുടിച്ചു എൻ്റെ അടുത്ത പണി നോക്കട്ടെ. ബൈ.